വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇന്ന് നമ്മൾ മിസലേനിയസ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ മിസലേനിയസ് എക്സസൈസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റിലേഷൻ എഫ് ഇസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് എന്നാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എക്സ് ഇഫ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 10. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നോക്കാം. ഇതിൽ ഫസ്റ്റ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണല്ലേ. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 0-ൽ നോക്കാം. 0-ൽ എന്തായിരിക്കും? എക്സ് സ്ക്വയർ. അപ്പോൾ 0 ആകുമ്പോൾ എക്സ് സ്ക്വയർ 0. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഞാൻ ഒരു 1 എടുത്തു. 1 ആണെങ്കിൽ എന്തായിരിക്കും? 1 സ്ക്വയർ 1. നെക്സ്റ്റ് ഞാൻ 2 എടുത്തു. 2 ആകുമ്പോൾ 2 സ്ക്വയർ 4. 3 എടുത്തു. 3 സ്ക്വയർ എന്തായിരിക്കും? ഓക്കെ, 3 സ്ക്വയർ എന്താണ്? 9. നെക്സ്റ്റ് പിന്നെ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ 10 ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് എന്താണ്? അപ്പോൾ 3 എടുക്കുമ്പോൾ എനിക്ക് 3x എടുക്കാമല്ലോ. 3x എന്താ? 3 സാർ 9. പിന്നെ എന്താണ്? 4 എടുക്കുമ്പോൾ 4 സംതിങ് വരും അല്ലേ. 4 × 3 4 × 3 12 എക്സെട്ര. ഇങ്ങനെയായിരിക്കും നമ്മളെ ഫംഗ്ഷൻ. അപ്പോൾ ഇത് ഫംഗ്ഷൻ അല്ല, ഇത് നമ്മൾ ഒരു റിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇത് ഫംഗ്ഷൻ ആണോ എന്ന് എങ്ങനെയാണ് പറയുക? ഇത് ഫംഗ്ഷൻ ആണോ? ഇത് ഒറ്റയടിക്ക് നോക്കിയിട്ട് പറഞ്ഞൂടെ? ഈ 3 9 കണ്ടോ? ഓക്കെ, അപ്പോൾ ഈ 3 എടുക്കുമ്പോൾ 3 സ്ക്വയറും 9 ആണ്, 3 സ്ക്വയർ 9 ആണ്. കുഴപ്പമില്ല. ഈ രണ്ട് കേസിലും ഇത് നമുക്ക് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഇത് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ അല്ല, ഇതൊരു സെറ്റ് അല്ലേ. അപ്പോൾ ഈ സെറ്റിൻ്റെ സമയത്ത് ഒരേ ഇമേജ് 2 വട്ടം എഴുതേണ്ട ആവശ്യമില്ല. സോ ഇത് ഞാൻ ഒരു പ്രാവശ്യം എഴുതാൻ പോവാണ്. അപ്പോൾ എന്തായി? 0 0 1 1 2 4 3 9. നെക്സ്റ്റ് 4 അടുത്ത 4 × 3 4 3 സാർ 12. 5 അടുത്തത് 5 × 3 15. 6 ആകുമ്പോൾ എന്താവും? ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതിൽ ശരിക്കും ഈ ഒരു ഫംഗ്ഷൻ അല്ല, വീണ്ടും സെറ്റ്. അപ്പോൾ ഈ സെറ്റിൻ്റെ സമയത്ത് ആകെ ഈ 3-ൽ മാത്രമല്ലേ പ്രശ്നം വരുന്നുള്ളൂ. ഈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, അതേപോലെ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഈ ഒരു കേസിൽ ഈ 3 9 കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3ക്ക് ഇവിടെ രണ്ട് കേസിലും ഒരേ ഇമേജ് അല്ലേ വരുന്നത്, ഒറ്റ ഇമേജ് അല്ലേ ഉള്ളൂ. സോ നമുക്ക് പറയാം ഇതെന്താണ്? ദിസ് ഇസ് എ ഫംഗ്ഷൻ. ഇവിടെ ഞാൻ ബാക്കി ഇമേജ് എഴുതാത്തതിന് കാരണം ഇനി നമ്മൾ ഏത് എഴുതി കഴിഞ്ഞാലും അടുത്തത് 6 എടുക്കുമ്പോൾ 6 × 3 ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഇനി റിപ്പീറ്റ് ചെയ്യില്ലല്ലോ. നമ്മളെ ഫസ്റ്റ് എലമെൻറ്റ് ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഇമേജ് ഒരിക്കലും വരില്ല. ആ ഒരു രണ്ട് ഇമേജ് വരാൻ ചാൻസ് ഉള്ളത് ആകെ ഈ 3-ലാണ്. അവിടെ 3x രണ്ടും സെയിമാണ്. ഈ ഫസ്റ്റ് കേസിലും 9 ആണ്, സെക്കൻഡ് കേസിലും 9 ആണ്. അപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല. അപ്പോൾ എന്തായി? ദിസ് ഇസ് എ ഫംഗ്ഷൻ എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? The relation G is defined by G of x equal to ഇത് നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ. നോക്കാം. ഇത് ഇവിടെ 2-ലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 അപ്പോൾ നമുക്ക് ആകെ ഈ ഫംഗ്ഷൻ അല്ല, ഈ സെറ്റ്, ഈ റിലേഷന് എവിടെയാണ് ഡിഫറൻസ് വരാൻ ചാൻസ് ഉള്ളത് അത് നമുക്ക് ജസ്റ്റ് എഴുതി നോക്കാം. ഫസ്റ്റ് എലമെൻറ്റ് എന്തായിരിക്കും വരിക? ഫസ്റ്റ് എലമെൻറ്റിൽ 0 എടുത്തു. 0 ആകുമ്പോൾ എക്സ് സ്ക്വയർ ആണ് അല്ലേ. 0 എന്ന് പറയുമ്പോൾ 0 സ്ക്വയർ 0. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് 1 ആണ്. 1 എടുക്കുമ്പോൾ 1 സ്ക്വയർ 1. പിന്നെ 2 എടുക്കുമ്പോൾ 2 സ്ക്വയർ 4. പിന്നെ അടുത്തത് 2 ആണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ അടുത്തത് 2 എടുക്കുമ്പോൾ ഇവിടെ എന്താണ് വരിക? 2 × 3 6 ആണ്. ഓക്കെ, പിന്നെന്താണ്? അടുത്തത് 3 എടുക്കുമ്പോൾ 3 × 3 9. പിന്നെ ഇങ്ങനെ പോകും. അപ്പോൾ ഈ ഒരു കേസിൽ ശ്രദ്ധിച്ച് നോക്കൂ. ഈ 2-ന് ഇവിടെ തന്നെ 2 ഇമേജ് ആയില്ലേ. ഇവിടെ 2-ന് ഒരു ഇമേജ് 4 ആയി, 2-ന് ഒരു ഇമേജ് 6 ആയി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 2 ഹാസ് 2 ഇമേജസ്. ഇങ്ങനെ എഴുതിയാൽ മതി, 2 ഇമേജസ്. സോ ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ.
അല്ലേ? എന്തുകൊണ്ടാണ്? 2നെ 2 ഇമേജ് കിട്ടി, 2 കേസിലും 2 ഇമേജാണ്. ഫസ്റ്റ് കേസിൽ നമുക്ക് നേരത്തെ കേസിൽ 2 ഇമേജും 9 ആയിരുന്നു. ഇവിടുത്തെ കേസിൽ എന്താണ്? ഇവിടെ 2ൻ്റെ ഇമേജ് 4 ആണ്, രണ്ടാമത്തേതിൽ 2ൻ്റെ ഇമേജ് 6 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്ത്? ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് നമുക്കറിയാം. അപ്പോൾ ഈ സംഭവങ്ങൾ കണ്ടുപിടിക്കണം. സിമ്പിളല്ലേ? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. വെരിഫൈ അല്ല, ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. എഫ് ഓഫ് 1.1, എഫ് ഓഫ് 1.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1.1 ഹോൾ സ്ക്വയർ. അതെന്താണ്? 1.21 ആയിരിക്കും എന്നറിയാം. ഇനി പിന്നെ എന്താ കാണാനുള്ളത്? എഫ് ഓഫ് 1 അല്ലേ? എഫ് ഓഫ് 1 എന്തായിരിക്കും? 1 സ്ക്വയർ. അത് 1 ആയിരിക്കും എന്നറിയാം. ഇനി നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യാം. അതിന് എഫ് ഓഫ് 1.1 മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ 1.1 മൈനസ് 1. അതെന്താ വരിക? നമുക്കറിയാം എഫ് ഓഫ് 1.1 നമുക്ക് കിട്ടി 1.21 ആണെന്ന് കിട്ടി. അപ്പോൾ ഞാൻ അവിടെ 1.21 കൊടുത്തു. മൈനസ് ഇനി എഫ് ഓഫ് 1 എന്തായിരുന്നു? 1 ആയിരുന്നു. ഡിവൈഡഡ് ബൈ 1.1 മൈനസ് 1. ഓക്കെ, 1.1 മൈനസ് 1. ഇത് വാല്യൂറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ മുകളിൽ എന്ത് വരും? 0.21 ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? 0.1 വരും. അപ്പോൾ എന്തായി? 2.1 ആയി അല്ലേ? ദിസ് ഇസ് 2.1. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. സിമ്പിളല്ലേ? സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. നമുക്ക് എങ്ങനെയാണോ ഇത് കണ്ടുപിടിക്കേണ്ടത്, ഫംഗ്ഷൻ എങ്ങനെയാണോ അത് നോക്കുക, അതേപോലെ ഈ 2 സംഭവങ്ങൾ കണ്ടുപിടിക്കുക, ഇവാലുവേറ്റ് ചെയ്യുക. സോ സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ. ഇതിൻ്റെ ഡൊമെയിൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഡൊമെയിൻ കണ്ടുപിടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മളെ ഡിനോമിനേറ്റർ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0 അല്ലേ? ഇവിടെ ജി ഓഫ് എക്സ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? ഇവിടെ എന്തൊക്കെയാണ് ചാൻസ് ഉള്ളത്? ഓക്കെ, 6ഉം 2 എടുത്തൂടെ എനിക്ക്? -6 -2 എടുക്കുകയാണ്. അപ്പോൾ -6 ഇൻറ്റു -2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12 കിട്ടും. -6 പ്ലസ് -2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8 കിട്ടും. സിമ്പിളാണ്. ഇതൊക്കെ നമ്മൾ പഴയ ക്ലാസ്സിൽ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പഴയ ക്ലാസ്സല്ല, കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്ത് വരും? ഇതൊന്ന് ഞാൻ എക്സ് ഔട്ട് സൈഡ് എടുത്തു. ദിസ് ബിക്കംസ് x - 6. ഇവിടെ നിന്ന് എന്ത് വരും? ഇവിടെ ഞാൻ -2 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ x - 6 വരും. നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് പറയാൻ പറ്റും? x - 2 ഇൻറ്റു x - 6 നോട്ട് ഈക്വൽ ടു 0, അല്ലെങ്കിൽ x നോട്ട് ഈക്വൽ ടു 2,6. ഇത്രയല്ലേ വരിക? ഇങ്ങനെയാണ്. അപ്പോൾ എക്സ് എന്താവാൻ പാടില്ല? 2 ആവാൻ പാടില്ല, 3 ആവാൻ പാടില്ല. ബാക്കി എല്ലാത്തിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മളെ ഡൊമെയിൻ എന്തായിരിക്കും? ഡൊമെയിൻ വിൽ ബി ഈക്വൽ ടു ഡൊമെയിൻ ഈക്വൽ ടു r മൈനസ് എന്താണ്? 2,6 അല്ലേ? ഇങ്ങനെയാണ് വരിക. മനസ്സിലായില്ലേ? സിമ്പിളാണ്. നമ്മളൊരു എക്സാമ്പിൾ ചെയ്തല്ലേ, ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ ചെയ്തതാണ് അല്ലേ? ഇനി ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് ദ റേഞ്ച് ഓഫ് ദ റിയൽ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് അടുത്ത ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അടുത്ത ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഡൊമെയിനും റേഞ്ചും കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ എന്താവാൻ പാടില്ല? നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ അത്രയല്ലേ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ ഡൊമെയിൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഡൊമെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡൊമെയിൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എക്സ് മൈനസ് 1 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ? എക്സ് മൈനസ് 1 ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ എന്ത് പറയാൻ പറ്റും? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെയല്ലേ വരിക? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഡൊമെയിൻ എങ്ങനെയാണ്? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ ഡൊമെയിൻ എങ്ങനെ എഴുതണം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ അല്ലേ? റിയൽ ഫംഗ്ഷൻ അല്ലേ? എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഇനി പിന്നെ എന്താ കാണണ്ടേ? ഇനി നമുക്ക് റേഞ്ച് കാണണം. റേഞ്ച് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എന്തായിരിക്കും റേഞ്ച് വരിക? റേഞ്ച് ഒരിക്കലും നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് വരില്ലല്ലോ. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പർ വരുമോ? റൂട്ട് ഓഫ് സംതിങ്, അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വരുമോ? നമ്മൾ സാധാരണ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു നമ്പർ എഴുതിയിട്ട് അതിൻ്റെ റൂട്ട് എഴുതാൻ പറയുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സാണ് എഴുതുക. ഓക്കെ, ഇപ്പോൾ ചിലർ പറയും ഇപ്പോൾ റൂട്ട് ഓഫ് 4 ഈക്വൽ ടു 2 ആണ്, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 2 ആണെന്ന് പറയും. പക്ഷേ നമ്മൾ റൂട്ട് 4 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് എഴുതുന്നത് തെറ്റാണ്. നമ്മൾ ശരിക്കും റൂട്ട് 4 ഈക്വൽ ടു 2 ആണ്,
ബട്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 എന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഈക്വൽ ടു +or-2. ഇത് ശരിയാണ്. പക്ഷേ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരിക്കലും എന്ത് വരില്ല? നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല. അപ്പോൾ √4 എപ്പോഴും 2 ആയിരിക്കും. അപ്പോൾ ഇത് എന്താണ്? റേഞ്ചിൽ പോസിറ്റീവ് നമ്പേഴ്സാണ് വരിക. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പം എന്തൊക്കെയായിരിക്കും? x-1 ഷുഡ് ബി പോസിറ്റീവ് അല്ലേ? x-1 പോസിറ്റീവാണ്. അപ്പോൾ 0 തൊട്ട് എന്തൊക്കെ വരാം? 0 വരാലോ. എക്സിന് ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ 0 വരാലോ റേഞ്ചിൽ. അപ്പോൾ 0 ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? പിന്നെ പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ 0 to ഇൻഫിനിറ്റി ആയിരിക്കും എന്ത്? നമ്മളുടെ റേഞ്ച് വരാം. ഓക്കെ, 2 വേറെ എല്ലാതും വരാലോ. 0 to ഇൻഫിനിറ്റി ആയിരിക്കും നമ്മളെ റേഞ്ച് വരാം. നെക്സ്റ്റ്, find the domain and range of the real function f defined by f of x equal to mod x minus 1. അപ്പോൾ ഈ mod x minus 1 ഞാൻ എഴുതി. f of x equal to എന്താണ്? mod x minus 1 എഴുതി. അപ്പോൾ ഇവിടെ ഡൊമെയിൻ എന്തായിരിക്കും വരിക? ഇവിടെ ഡൊമെയിനിൽ എന്ത് വേണേലും കൊടുക്കാമല്ലോ. എനിക്ക് ഡൊമെയിനിൽ എന്ത് വേണേലും കൊടുക്കാം. റേഞ്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഡൊമെയിനിൽ നമുക്ക് ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ഇല്ല അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡൊമെയിനിൽ എന്ത് വേണേലും കൊടുക്കാം. അപ്പോൾ ഡൊമെയിൻ എന്തായിരിക്കും? ഡൊമെയിൻ വിൽ ബി ആർ. ഇതെന്താണ്? റിയൽ ഫംഗ്ഷൻ ആണല്ലേ? അപ്പോൾ റിയൽ ഫംഗ്ഷൻ ആണോ നോക്കണം, എന്നിട്ട് ആർ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ എന്താ വേണ്ടേ? പിന്നെ നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ വാട്ട് ഇസ് റേഞ്ച്? റേഞ്ച് പറഞ്ഞോളൂ. റേഞ്ച് എന്തായിരിക്കും? നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും അല്ലേ? മോഡുലസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമല്ലേ ഉള്ളൂ. x-1 ഷുഡ് ബി പോസിറ്റീവ്. റേഞ്ച് ഇംപ്ലൈസ് ഞാൻ എഴുതാണ് x-1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നല്ലേ പറയാം. x-1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതിന്ന് എന്ത് എഴുതാൻ പറ്റും? x is ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇത് സിംപ്ലൈസ് റേഞ്ച് ഇസ് ഈക്വൽ ടു 1, ഇൻഫിനിറ്റി. 1 ഉണ്ടാവും, ഇൻഫിനിറ്റി ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റേഞ്ച് വരിക. ഇനി let f is equal to x, x square divided by 1 plus x square. ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമ്മൾ റേഞ്ചാണ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമൈൻ ദ റേഞ്ച് ഓഫ് എഫ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ എക്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നോ അപ്പോൾ അതേപോലെ സെക്കൻഡായിട്ട് ഓർഡേർഡ് പെയേഴ്സിൽ സെക്കൻഡ് എലമെൻ്റ് എന്താണോ വരുന്നത് അതാണ് നമ്മളെ റേഞ്ച്. അപ്പോൾ ഞാൻ കുറച്ച് എലമെൻറ്റ്സ് ഇട്ടിട്ട് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു 6 അല്ലേ, 6 എനിക്ക് ഇഷ്ടമുള്ള എലമെൻറ്റ്സ് ഒക്കെ ഞാൻ എടുക്കാം. ഇഷ്ടമുള്ള എല്ലാത്തിനും ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്നല്ല, എന്നാലും നമ്മൾ ഒരു നമ്പർ എടുത്തു. 1 എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 + 1 1/2 വരും അല്ലേ. അടുത്തത് ഞാനൊരു -1 എടുത്തു. -1 ആണെങ്കിൽ എന്ത് വരും? -1 സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ 1 + -1 സ്ക്വയർ 1/2. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഞാനൊരു ഇനിയൊരു 3 എടുക്കാമെന്ന് വിചാരിക്കുക. 3 എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 3 സ്ക്വയർ 9 വരും. താഴെ 3 സ്ക്വയർ + 1 10 വരും. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മളിങ്ങനെ കുറേ എലമെൻറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചില്ലേ, ഈ റേഞ്ച് എപ്പോഴേലും 0 ആവുമോ? ഇത് 0 ആവണമെങ്കിൽ എക്സ് 0 ആവണം. അങ്ങനെയാണെങ്കിൽ അത് 0 ആവും. അപ്പോൾ 0 ഇൻക്ലൂഡഡ് ആണ് അല്ലേ? 0 ഇൻക്ലൂഡഡ് ആണ്. 0 തൊട്ട് പിന്നെ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയറും ഡിനോമിനേറ്ററിൽ 1 + x സ്ക്വയറും. അപ്പോൾ എന്താണ്? ഡിനോമിനേറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമുക്കറിയാം ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ എന്താണ്? ന്യൂമറേറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ എന്തായിരിക്കും? ഇത് <1 ആയിരിക്കും അല്ലേ? ഇതെപ്പോഴും <1 ആയിരിക്കും. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും കൂടിയാൽ മാത്രമാണ് എന്ത് പറയാൻ പറ്റുള്ളൂ? ഗ്രേറ്റർ ദാൻ 1 വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ റേഞ്ച് എപ്പോഴും 0-ൻ്റെയും 1-ൻ്റെയും ഇടയ്ക്കായിരിക്കും. ഇവിടെ എപ്പോഴേലും 1 ആവോ? ഇത് 1 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ 1 വരണം, 1/1 വരണം. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ x² = 1 ആവണം. ഇവിടെ അപ്പോൾ x² = 2 ആവും. അപ്പോൾ അങ്ങനെ വരില്ല. അപ്പോൾ 1 എത്തില്ല. 1 എത്താതെ 0 to 1 വരെയുള്ള എല്ലാ വാല്യൂസും വരും. അപ്പോൾ ഇവിടെ നമ്മൾ റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് ഇസ് ഈക്വൽ ടു 0, 1. എന്തെന്താണ്? 1 ഇൻക്ലൂഡഡ് അല്ല, 0 ഇൻക്ലൂഡഡ് ആണ്. 0 തൊട്ട് 1 വരെയുള്ള എല്ലാ വാല്യൂസും വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എന്താണ്?
എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് പ്ലസ് ജി ഓഫ് എക്സ് കാണണം, എഫ് മൈനസ് ജി ഓഫ് എക്സ് കാണണം. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, ജസ്റ്റ് സിമ്പിൾ അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ. എന്തായിരുന്നു? എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ വാട്ട് വാസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഇസ് എക്സ് പ്ലസ് 1 ആൻഡ് ജി ഓഫ് എക്സ് ഇസ് 2x മൈനസ് 3 അല്ലേ, 2x മൈനസ് 3. അപ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റും? എക്സ് പ്ലസ് 2x 3x ആണ് -2. ഇനി അടുത്തത് എന്തായിരുന്നു? അടുത്തത് എന്താ കാണണ്ടേ? ഫസ്റ്റ് വൺ എഫ് പ്ലസ് ജി ആണ്. ഇനി സെക്കൻഡ് വൺ എഫ് മൈനസ് ജി ഓഫ് എക്സ്. വാട്ട് ഇസ് എഫ് മൈനസ് ജി ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് പ്ലസ് 1 മൈനസ് ജി ഓഫ് എക്സ് എന്തായിരുന്നു? 2x മൈനസ് 3. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 1 മൈനസ് 2x പ്ലസ് 3 ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2x. അതെന്താണ്? മൈനസ് എക്സ് ആണ്. അതേപോലെ 1 പ്ലസ് 3 എന്തായിരുന്നു? 4 ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് തേർഡ് വൺ എഫ് ബൈ ജി ഓഫ് എക്സ്. എഫ് ബൈ ജി ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ആയിരിക്കും അല്ലേ. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഇറ്റ് വാസ് എക്സ് പ്ലസ് 1 ആൻഡ് ജി ഓഫ് എക്സ് വാസ് 2x മൈനസ് 3. ഇങ്ങനെയാണ് നമ്മൾ എഫ് പ്ലസ് ജി കണ്ടു, എഫ് മൈനസ് ജി കണ്ടു, എഫ് ബൈ ജി കണ്ടു. ഓക്കെ, സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് ലെറ്റ് എഫ് ഈക്വൽ ടു തന്നിട്ടുണ്ട്, അതൊരു ഫംഗ്ഷനാണ്. എവിടെ നിന്ന്? സെഡിൽ നിന്ന് സെഡിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. അപ്പോൾ നമ്മൾ എയും ബിയും കണ്ടുപിടിക്കണം, അതല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ നേരത്തെ ചെയ്ത y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള മറ്റേ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, സെയിം ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണെന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. പിന്നെ നമുക്ക് എന്താ അറിയാം? എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ആണെന്ന് അറിയാം അല്ലേ. എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ബി. അടുത്തത് എന്താണ്? അടുത്തത് 2 × 3 ആണ്. എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ അത് എ ഇൻറ്റു 2 പ്ലസ് ബി ആണെന്ന് അറിയാം. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി എഴുതി നോക്കാം. അടുത്തത് 0ൻ്റെയും കൂടെ എഴുതാം. ശരിക്കും 2 എണ്ണം മതി. അപ്പോൾ എഫ് ഓഫ് 0 എന്തായിരുന്നു? എഫ് ഓഫ് 0 ഇസ് -1 ആൻഡ് ദിസ് ഇസ് എ ഇൻറ്റു 0 പ്ലസ് ബി. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്ത് പറയാൻ പറ്റും? -1 ഇസ് ഈക്വൽ ടു 0 പ്ലസ് ബി വിച്ച് ഇംപ്ലൈസ് ബി ഈക്വൽ ടു -1. ഇനി ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി ഈക്വൽ ടു -1 കിട്ടി. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? 3 ഈസ് ഈക്വൽ ടു 2a പ്ലസ് ബി അല്ലേ. 3 ഈസ് ഈക്വൽ ടു 2a പ്ലസ് ബി. അപ്പോൾ എന്തായി? 2a പ്ലസ് -1. അപ്പോൾ നെക്സ്റ്റ് എന്ത് കിട്ടും? 2a വിൽ ബി ഈക്വൽ ടു 3 പ്ലസ് 1 ഈക്വൽ ടു 4. ഓക്കെ, then a is equal to 4/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a is equal to 2 കിട്ടി, b is equal to -1 കിട്ടി. ഓക്കെ, സിമ്പിൾ. ഇനി നെക്സ്റ്റ് വൺ, ലെറ്റ് r be a relation from n to n defined by r equal to a, b belong to n and a equal to b square ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ a, belongs to r ആണോ? a, ഇതിലുണ്ടാവുമോ? a is equal to a square ആണോ? ആണെങ്കിൽ മാത്രമല്ലേ a, ഉണ്ടാവുള്ളൂ. അപ്പോൾ ലെറ്റ് r be a function from n to n. a, എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ്? a square not equal to a എവിടെ? ഫോർ എല്ലാ 1 ആകുമ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു എ ആയിരിക്കും. പക്ഷേ ഇവിടെ എനി എ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഫോർ ഓൾ എ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എ സ്ക്വയർ നോട്ട് ഈക്വൽ ടു എ ഫോർ ഓൾ എ ബിലോങ്സ് ടു എൻ. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം 1ൻ്റെ കേസിൽ മാത്രമേ അത് ട്രൂ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് എന്ത് പറയാൻ പറ്റും? എ സ്ക്വയർ നോട്ട് ഈക്വൽ ടു എ എന്ന് പറയാൻ പറ്റും. ജനറലി എ സ്ക്വയർ നോട്ട് ഈക്വൽ ടു എ, ജനറലി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? എല്ലാ എക്കും അത് ട്രൂ അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore a, ഡസ് നോട്ട് ബിലോങ്സ് ടു എവിടെ?
എവിടെ ഉണ്ടാവില്ല? ആറിൽ ഉണ്ടാവില്ല. അപ്പോൾ ദിസ് ഇസ് എന്താണ്? ദിസ് ഇസ് ഫോൾസ്. ദിസ് ആൻസർ ഇസ് ഫോൾസ്. എന്തുകൊണ്ടാണ് ഫോൾസ് ആയേ? എ സ്ക്വയർ നോട്ട് ഈക്വൽ ടു എ ആയതുകൊണ്ട്. എ സ്ക്വയർ ഈക്വൽ ടു എ ആയാൽ മാത്രമേ അത് എവിടെ ഉണ്ടാവുള്ളൂ? അത് നമ്മളെ റിലേഷനിൽ ഉണ്ടാവുള്ളൂ. പിന്നെ എ കോമ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി കോമ എ ബിലോങ്സ് ടു ആർ. അത് ട്രൂ ആയിരിക്കുമോ? അതെപ്പോഴേലും ട്രൂ ആവുമോ? കാരണം എ ഈക്വൽ ടു ബി സ്ക്വയർ ആണെങ്കിൽ ബി ഈക്വൽ ടു എ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമോ? അത് ഫോൾസ് അല്ലേ? സി ഇപ്പോൾ ഞാൻ എ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ഇംപ്ലൈസ് എന്തായിരിക്കുന്നു? എ കോമ ബി ബിലോങ്സ് ടു ആർ. എ ഈക്വൽ ടു ബി സ്ക്വയർ ആകുമ്പോൾ എന്താണ്? എ കോമ ബി ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ എ ഈക്വൽ ടു ബി സ്ക്വയർ ആകുമ്പോൾ അപ്പോൾ എ ഈക്വൽ ടു ബി സ്ക്വയർ ഡസ് നോട്ട് ഇംപ്ലൈ ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബി ഈക്വൽ ടു എ സ്ക്വയർ ആവില്ലല്ലോ. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ദിസ് ഇംപ്ലൈസ് ബി കോമ എ ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അപ്പോൾ ഇതും എന്തായി? ദിസ് ഈസ് ഓൾസോ ഫോൾസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ കോമ ബി ബിലോങ്സ് ടു ആർ ബി കോമ സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ കോമ സി ബിലോങ്സ് ടു ആർ. അപ്പോൾ ഈ ആൻസറിൽ നോക്കാം. എ കോമ ബി ബിലോങ്സ് ടു ആർ അല്ലേ? എ കോമ ബി ബിലോങ്സ് ടു ആർ ആകുമ്പോൾ എന്താണ്? എ കോമ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എന്താണ്? എ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ. അടുത്തത് ബി കോമ സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ആണോ? എ ഈക്വൽ ടു സി സ്ക്വയർ ആവണ്ടേ? അപ്പോഴല്ലേ എ കോമ സി ബിലോങ്സ് ടു ആർ ആവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? എ നോട്ട് ഈക്വൽ ടു സി സ്ക്വയർ എന്ന് പറയാൻ പറ്റും അല്ലേ? കാരണം എന്താണ്? എ ഈക്വൽ ടു ബി സ്ക്വയർ ആണ്, ബി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ആണ്, ആൻഡ് അപ്പോൾ എ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പോൾ ബിക്ക് പകരം നമ്മൾ സി സ്ക്വയർ കൊടുക്കുകയാണെങ്കിൽ ദിസ് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു സി റേസ് ടു 4 അല്ലേ ആവുക? എ എന്നുള്ളത് സി റേസ് ടു 4 പക്ഷേ എ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ആയാൽ മാത്രമേ അത് നമ്മളെ റിലേഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ കോമ സി ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, ഇതിലുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കിയാൽ മതി. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എ എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിലേഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. റിലേഷൻ ആണോ? 1 to 5 ഉണ്ട്. നമുക്കിതിൻ്റെ ഒരു ആരോ ഡയഗ്രാം വരച്ച് നോക്കാം അല്ലേ? സിമ്പിളായിട്ട് ആരോ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ എ 1 2 എന്താ ഉള്ളത്? 3 4. അടുത്തത് ബിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? ബിയിൽ 1 5 9 11 15 16 1 5 9 11 15 16 ഇതാണുള്ളത്. ഇതിൽ ഇനി നമ്മൾ റിലേഷൻസ് വരയ്ക്കണം. റിലേഷൻസ് എന്തൊക്കെയാണുള്ളത്? റിലേഷൻസ് പറഞ്ഞോളൂ. റിലേഷൻസ് 1 5 ആണുള്ളത്. 1 5 പിന്നെന്താ ഉള്ളത്? 2 9 പിന്നെ 3 1 then 4 5 2 11 ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു റിലേഷൻ ആണോ? ഇത് ആരോ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ആരോസ് ഇടണം കേട്ടോ. ഇതാണ് ആരോ ഡയഗ്രാം, ആരോസ് ഇടണം. അപ്പോൾ ഇത് റിലേഷൻ ആണോ? ഇത് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ് അല്ലേ? അപ്പോൾ ഇത് എന്തായാലും എന്താണ്? ദിസ് ഇസ് എ റിലേഷൻ. അത് ട്രൂ ആണ്. പക്ഷേ ഇത് ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷൻ ആണോ? ഇവിടെ 2ന് 2 ഇമേജ് ഉണ്ട്. 2,9 ഉണ്ട്, പിന്നെ എന്തുണ്ട്? 2,11 ഉണ്ട്. അപ്പോൾ 2ന് യുണീക്ക് ഇമേജ് അല്ല. അപ്പോൾ അതെന്തല്ല? ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ബട്ട് ദിസ് ഇസ് എ റിലേഷൻ. ഓക്കെ, റിലേഷൻ ആണെന്ന് കിട്ടി, നോട്ട് എ ഫംഗ്ഷൻ എന്നുള്ളത് കിട്ടി. എഫ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ നമ്മൾ വരച്ചല്ലോ. എഫ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. നെക്സ്റ്റ്, let f be the subset of z cross z defined by f is equal to ab, a plus b. ഓക്കെ, ഇവിടെ എഫ് ഫംഗ്ഷൻ ആണോ എന്നുള്ളതാണ്. സെഡിൽ നിന്ന് സെഡിലേക്ക് ഫംഗ്ഷൻ ആണോ എന്നുള്ളതാണ്. അപ്പോൾ എ കോമ ബി ബിലോങ്സ് ടു സെഡ് അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ എഴുതി നോക്കുകയാണ് എ കോമ ബി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യുമോ? ഇത് എപ്പോഴാണ് ഫംഗ്ഷൻ ആവാണ്ടിരിക്കുക? ഇത് ഫംഗ്ഷൻ ആവാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം?
ഫംഗ്ഷൻ ആവാണ്ടിരിക്കണമെങ്കിൽ ഒരേ സംഭവത്തിന് 2 ഇമേജ് വേണം അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഒരു എയും ബിയും ചൂസ് ചെയ്യാണ് സച്ച് ദാറ്റ് ഇപ്പോൾ ഞാൻ എ ഈസ് ഈക്വൽ ടു 3ഉം ബി ഈസ് ഈക്വൽ ടു 4ഉം ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ എ ഈസ് ഈക്വൽ ടു 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 4 ചൂസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതെന്തായിരിക്കും? എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആയിരിക്കുമല്ലോ. എ പ്ലസ് ബി എന്തായിരിക്കും? എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 3 + 4 ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് 12,7. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എ ഈസ് ഈക്വൽ ടു -3ഉം ബി ഈസ് ഈക്വൽ ടു -4ഉം ചൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എ ബി എന്തായിരിക്കും? 12 ആയിരിക്കും. എ പ്ലസ് ബി എന്തായിരിക്കും? എ പ്ലസ് ബി വിൽ ബി ഈക്വൽ ടു -3 -4 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 12,-7 അല്ലേ? അപ്പോൾ എന്തായി? 12 ആൻഡ് 7ഉം ഇമേജാണ്, അതേപോലെ തന്നെ 12ന് -7ഉം ഇമേജാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതൊരിക്കലും ഒരു ഫംഗ്ഷൻ അല്ല. കാരണം ഇതേപോലെ 2 എണ്ണം കണ്ടുപിടിച്ചൂടെ? 12ന് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ കുറേ എണ്ണത്തിന് ഇങ്ങനെ 2 ഇമേജ് ഉണ്ടാവും. ഒരെണ്ണത്തിന് തന്നെ ഇങ്ങനെ 2 ഇമേജ് വന്നു കഴിഞ്ഞാൽ അതെന്തായി? ഫംഗ്ഷൻ അല്ലാണ്ടായി. അപ്പോൾ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ആണോ റിലേഷൻ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇത്. എ ഈസ് ഈക്വൽ ടു 9, 10, 11, 12, 13 എഫ് ഫ്രം എ ടു എൻ ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ദ ഹയസ്റ്റ് പ്രൈം. ഇതിൽ റേഞ്ച് കണ്ടുപിടിക്കണം. ഇതെന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് എ എന്നുള്ളൊരു സെറ്റ് തന്നിട്ടുണ്ട് അല്ലേ? എഫ് എന്നുള്ള എ എന്നുള്ളൊരു സെറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് 9, 10, 11, 12, 13 ആണ്. ഇതിൽ എഫ് ഫ്രം എ ടു എൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എൻ. അപ്പോൾ എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് എൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രൈം ഫാക്ടേഴ്സ് നമ്മൾ എഴുതി നോക്കാം. അപ്പോൾ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് 9, അതേപോലെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഹയസ്റ്റ് പ്രൈം ഫാക്ടർ എന്താണോ അതാണ് നമ്മളെ ഫംഗ്ഷൻ വരിക കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എഫ് ഓഫ് 9 എഴുതാണ്. എഫ് ഓഫ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് 9. അപ്പോൾ 9ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? 9ൻ്റെ ഫാക്ടേഴ്സ് 3ഉം 1ഉം 9ഉം ആണുള്ളത്. അതിൽ ഹയസ്റ്റ് പ്രൈം ഫാക്ടർ എന്താണ്? 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണുള്ളത്? എഫ് ഓഫ് 10. എഫ് ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണുള്ളത്? 10ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയുണ്ട്? 1 ഉണ്ട്, 10 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ ഇത് പ്രൈമാണ്, ഇത് പ്രൈമാണ്, ഇത് രണ്ടും അല്ല, ഇതുമല്ല, ഇത് പ്രൈമല്ല. അപ്പോൾ ഇവിടുത്തെ 5 ആണ് അല്ലേ മാക്സിമം. നെക്സ്റ്റ് എന്താണ്? എഫ് ഓഫ് 11. എഫ് ഓഫ് 11ൻ്റെ മാക്സിമം പ്രൈം ഫാക്ടർ 11 തന്നെയല്ലേ? 11ൽ 1 ആൻഡ് 11 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ്? എഫ് ഓഫ് 12. എഫ് ഓഫ് 12 എന്തായിരിക്കും? 12ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? 12ന് 1 12 ഉണ്ട്, പിന്നെ 2 6 ഉണ്ട്, 3 4 ഉണ്ട്. 3 ആണ് 12ൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിൽ പ്രൈം ആയിട്ടുള്ളത് 3ഉം 2ഉം മാത്രമാണ്. അതിൽ മാക്സിമം വരുന്നത് 3 ആണ്. അപ്പോൾ എഫ് ഓഫ് 12 എന്തായിരിക്കും? 3 ആയിരിക്കും. നെക്സ്റ്റ് എഫ് ഓഫ് 13. എഫ് ഓഫ് 13 തന്നെ ആയിരിക്കും. കാരണം 13 ആകെ 1ഉം 13ഉം മാത്രമല്ലേ ഉള്ളൂ സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റേഞ്ച് ഓഫ് എഫ്. വാട്ട് ഇസ് റേഞ്ച് ഓഫ് എഫ്? റേഞ്ച് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 3, 5, 11, 13. 3, 5. ഈ 3 എഴുതണോ? സെറ്റ് അല്ലേ? സെറ്റിൽ ഒരു വട്ടം എഴുതിയാൽ മതി. 3 ഇവിടെ എഴുതിയതല്ലേ, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമ്മളെ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. സോ ഹാപ്പി ന്യൂസ്. താങ്ക് യു.